ഒരിക്കലും നിങ്ങളെക്കുറിച്ചൊരു വേദന നിങ്ങളുടെ മരുമകൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അവൾ നിങ്ങളുടെ വീട്ടിൽ വന്നവളാണ്. അവിടെ മാന്യമായ ഒരു താമസ സ്ഥലം ഒരുക്കി കൊടുക്കാൻ നിങ്ങളുടെ മകന് ബാധ്യതയുണ്ട്. അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അവൾക്ക് ഭക്ഷണം നൽകണം, അവൻ കഴിക്കുന്നുവെങ്കിൽ, അവൾക്ക് വസ്ത്രം നൽകണം, അവൻ ഉടുക്കുന്നുവെങ്കിൽ, അവൻ കിടക്കുന്നത് പോലെ സമാധാനപൂർണമായ ഒരു ഉറക്കത്തിന് അവൾക്ക് പറ്റണം. അങ്ങനെ ഒരു സ്ഥലമായി താമസിക്കാൻ, സമാധാനപൂർണമായ ഒരു താമസം കൊടുക്കാൻ നിങ്ങളുടെ മകന്, അവൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പറ്റില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അവളെ താമസിപ്പിക്കാൻ, കണ്ണീരില്ലാതെ ഉറങ്ങാൻ, വേദനയില്ലാതെ താമസിക്കാൻ ഒരിടം കാണാൻ അവന് ബാധ്യതയുണ്ട്. തീർച്ചയായും ബാധ്യതയുണ്ട്. നിങ്ങളുടെ മകൻ ഭാര്യയോട് നിങ്ങളുടെ മകൻ്റെ ഭാര്യ മകനോട് പറയുന്നു, എനിക്കിവിടെ പറ്റില്ല, ഞാനിവിടെ നിന്നാൽ ഒരു മാനസിക രോഗിയായി പോകും, ഞാൻ മരിച്ചു പോകും, ഞാൻ ആത്മഹത്യ ചെയ്തു പോകും, അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്നെ വീട്ടിലാക്കൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കൂ, എനിക്കിവിടെ ജീവിക്കാൻ സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വസ്ഥതയുള്ള ഒരിടത്ത് താമസിപ്പിക്കുക എന്നത് അയാളുടെ ബാധ്യതയാണ്. അത് അയാൾ നിർവഹിച്ചിരിക്കണം. നാം ആലോചിക്കണം, ഗൗരവത്തോടെ ആലോചിക്കണം. സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്തു ചെയ്യും ഒരു മരുമകൾ? ഭർത്തൃ വീട്ടിൽ പ്രയാസപ്പെടുന്ന ഒരു മരുമകൾ എന്ത് ചെയ്യും? ആരോട് പറയും? അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ? അവരിത് അറിയുന്നതോടുകൂടെ ഒരു മോളെ ഇത്രയും സന്തോഷത്തോടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു സമാധാനവും ഇല്ലല്ലോ എന്നറിയുമ്പോൾ അവളുടെ ഉമ്മയുടെയും വാപ്പയുടെയും വേദന എത്രയാകും. അതുകൊണ്ട് അവൾ അഭിനയിക്കും, വീട്ടിൽ പോകുമ്പോൾ വളരെ സന്തോഷമാണെന്ന് അഭിനയിക്കും. ഭർത്തൃ വീട്ടിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ കളവായി വാപ്പയോടും ഉമ്മയോടും പറയും. എന്തിന്? വയസ്സായ വാപ്പയും ഉമ്മയും ടെൻഷനാകാതിരിക്കാൻ. പിന്നെ അവൾ ആരോട് പറയും? അവളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവരോട് പറയാനാകുമോ സുഹൃത്തുക്കളെ? പിന്നെ പറയാനുള്ളത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ നിസ്സഹായനായി പറയും, ഉമ്മയല്ലേ, ഞാൻ എന്തു ചെയ്യുമെന്ന് പറയും. ഉമ്മയോടൊന്നും പറയാൻ കഴിയാതെ ഭാര്യയുടെ വേദനകൾ കണ്ട് നിസ്സഹായനായി നിന്ന് മാനസിക രോഗികളായി പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് നാട്ടിലെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയുമോ? ഞാൻ വെറുതെ പറയുന്നതല്ല. 2 മക്കളെ ആ സ്ത്രീക്കുള്ളൂ. 2 മരുമക്കളും ഉണ്ട് വീട്ടിൽ. ആ 2 മരുമക്കളും സൈക്കാട്രിക് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൻ്റെ അന്ന് മുതൽ ഇന്നേ വരെ 12 കൊല്ലമായി ആ 2 മരുമക്കൾ മരുന്ന് കഴിച്ച് ജീവിക്കാൻ. എന്തുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകാത്തത്? ഭർത്താവ് പറയുന്നു, നീ ഉമ്മനെ നോക്കി ഇവിടെ നിൽക്കണം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉമ്മനെ നോക്കാൻ ആരും ഉണ്ടാവില്ല, എനിക്ക് പരിധികളില്ലേ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി എല്ലാം സഹിച്ച് ആ ഉമ്മക്കെല്ലാം ചെയ്തു കൊടുക്കാൻ. ഉമ്മക്കൊരു മെനു ഉണ്ട് അത്രേ. രാവിലെ എഴുന്നേറ്റാൽ ചായക്കെന്ത് വേണം, നാസ്തക്കെന്ത് വേണം, ആ മെനുവെല്ലാം കൃത്യമായി ആ 2 മരുമക്കൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വാക്ക് പറയാൻ, സ്നേഹത്തോടെ ഒന്ന് പെരുമാറാൻ ഒരവസരം പോലും ഈ ജീവിതത്തിൽ ഇത്ര നീണ്ട നാളായിട്ടുണ്ടായിട്ടില്ല. നാം ആലോചിക്കണം സഹോദരങ്ങളെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. തിരിച്ചുമുണ്ട് എത്രയോ സംഭവങ്ങൾ. സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത മരുമക്കളുണ്ട്. തൻ്റെ ഭർത്തൃമാതാവിൻ്റെ കൂടെ സ്നേഹത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നു. എന്തിനേറെ ഭർത്താവ് ത്വലാക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴും നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതിൽ എനിക്കൊരു ബേജാറുമില്ല, പക്ഷേ ഈ ഉപ്പനെയും ഉമ്മയും ഇട്ട് പോകാൻ കഴിയാത്ത ഒരു വേദനയുള്ളൂ എന്ന് പറയുന്ന എത്ര മരുമക്കളുണ്ട്. ആ മാതാപിതാക്കളെ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ നെഞ്ചത്ത് കൈവച്ച് പറയൂ സഹോദരിമാരെ, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുമകൾ നിങ്ങളുടെ മകളെപ്പോലെ സമാധാനത്തോടെ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട്. അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ, ഇതിനൊക്കെ മറുപടി നാളെ പറയേണ്ടി വരും. ഒരു വാക്ക് കൊണ്ട് ദ്രോഹിച്ചാൽ സാധാരണഗതിയിൽ എല്ലാം തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഒക്കെ തീരും സഹോദരങ്ങളെ. പക്ഷേ മറ്റൊരുത്തനെ വേദനിപ്പിച്ചാൽ കണ്ണു ചിമ്മും മുമ്പ് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ അത് മാഞ്ഞു കിട്ടില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? 10 കൊല്ലവും 15 കൊല്ലവും മരുമകളെ കരയിപ്പിച്ച് മരിച്ചു പോയാൽ അതൊക്കെ പുറത്തു കിട്ടാൻ അവളോടൊരു മാപ്പ് പറയാൻ സമയം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ പ്രയാസത്തിലാകും. തിരിച്ചുമുണ്ട് സുഹൃത്തുക്കളെ, പുതിയ കുട്ടികൾ വളർന്നു വരികയാണ്. അവർക്ക് ആരോടും പ്രതിബദ്ധതയില്ലാത്ത പുതിയ മരുമക്കളുടെ പുതിയൊരു കാലം വരികയാണ്. പെൺകുട്ടികളെ കല്യാണം വേണ്ടെന്നാണ് പറയണത്. എന്തുകൊണ്ടാണ് അവർ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള കാരണം? വിവാഹം എന്നതൊരു ഭാരമാണ്. ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഭർത്തൃ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. അതുകൊണ്ടൊന്നും വേണ്ട, ഞാൻ പഠിക്കുക, എനിക്കൊരു ജോലി കിട്ടുക, ഞാൻ സമാധാനമായിട്ട് ജീവിക്കാം. അതാണ് ഇന്ന് പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ മാനസികാവസ്ഥയുള്ള ഒരു പെൺകുട്ടി ഒരു മരുമകളായി വന്നാൽ ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് തന്നെ നോക്കൂ നിങ്ങൾ, നമ്മുടെ വീടുകളിൽ ഉമ്മ അപ്പുറത്ത് പനി പിടിച്ച് ചുമ പിടിച്ച് ആസ്തമ പിടിച്ച് അപ്പുറത്ത് കടന്ന് ഞെരങ്ങിയാലും എന്താ ഉമ്പക്ക് എന്നൊന്ന് ചോദിക്കാതെ അപ്പുറത്ത് മൊബൈലുമായി ഇരിക്കുന്ന 19-കാരനും ഒക്കെ നമ്മുടെ വീട്ടിൽ നിത്യ കാഴ്ചകളാണ്. ഇങ്ങനെ ഉമ്മയുടെ വേദന പോലും കാണുമ്പോൾ മനസ്സലിയാത്ത പെൺകുട്ടികൾക്ക് വീട്ടിലെ ഭർത്തൃമാതാവിൻ്റെ വേദനകൾ കാണാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ സ്വന്തം ഭർത്തൃമാതാക്കളോട് മാന്യമായി പെരുമാറാത്ത, മാന്യമായി വാക്ക് പറയാത്ത, നല്ല വാക്ക് പറയാത്ത മരുമക്കളെ വിസ്മരിച്ചു കൊണ്ടല്ല ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വീടാണ്. അവിടെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ അത് ഇന്ന് പറയാമല്ലോ, ഇന്ന് തിരിച്ചു പോകുമ്പോൾ പറയാമല്ലോ. ഇന്നത്തെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, ഇന്നത്തെ ഓരോ പ്രഭാഷണങ്ങളും ശ്രദ്ധിച്ചു കേട്ടു. നമ്മളടുത്തൊക്കെ ചില പിഴവുകളുണ്ട്. ഞാൻ എന്നോട് പെരുമാറിയപ്പോഴൊക്കെ ചില തകരാറ് വന്നു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ നീ ക്ഷമിക്ക്, അതൊക്കെ നീ സഹിക്ക്. മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കതുകൊണ്ടൊരു കുറ്റം കിട്ടരുത്. എവിടെയാണ് എനിക്ക് അപാകത വരുന്നതെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ നമുക്കൊരു സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പോകാമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഞങ്ങളുടെ മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ ഇവിടുത്തെ എനിക്കൊരു സമ്പ്രദായം, മരുമക്കത്തായ സമ്പ്രദായം ഇല്ലാത്തിടത്തൊക്കെ സഹോദരങ്ങളെ അവസാനം കൂട്ടിരിക്കാൻ ആരാണുള്ളത്? അവസാനം കൂട്ടിരിക്കാൻ ആരാണുള്ളത്? നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ, പ്രവാസികളായിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ തങ്ങളുടെ യൗവനവും യുവത്വവും എല്ലാം തൻ്റെ ഉമ്മയെ നോക്കാൻ ഭാര്യയെ വീട്ടിലാക്കി വിഭാര്യനായി ഗൾഫിൽ ജീവിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവിടെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങാനുള്ള അവസരങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഉമ്മയെ നോക്കാൻ വീട്ടിൽ കഴിയുന്ന മരുമക്കളില്ലേ സുഹൃത്തുക്കളെ? എന്നാൽ മക്കളെ വിളിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ മോശമായി പറയല്ല, മക്കളെ നോക്കാൻ ഭർത്താവിന് കട്ടിച്ചയച്ച മകളോട് പറയൂ, ഭർത്താവിനെ തൽക്കാലം ഒരു 10 ദിവസം അവിടെ നിർത്തി എൻ്റെ അസുഖം മാറുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര പെൺമക്കൾ തയ്യാറാകും? തയ്യാറാകില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്തരം സംഭവങ്ങൾ കുറവാണ്. അവസാനം വരുന്ന മരുമകളുടെ അടുക്കൽ വർഷങ്ങളോളം ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ചു പോയ എത്രയെത്ര മാതാപിതാക്കളുണ്ട്. ആലോചിക്കണം. നിങ്ങളെ നോക്കാൻ വേണ്ടി ഗൾഫിലുള്ള ഭർത്താവിൻ്റെ ചാരത്തുറങ്ങാതെ, നിങ്ങളുടെ വീട്ടിൽ ഒരു സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാതെ, ദാമ്പത്യം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാവലിരിക്കുന്ന മരുമകളോട് മാന്യമായി പെരുമാറണ്ടേ എന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ. അവളെ ഉണ്ടാകൂ മരണസമയത്ത് ചുണ്ട് നനക്കാൻ, അവളെ ഉണ്ടാകൂ ബാത്റൂമിലേക്ക് കൈ പിടിക്കാൻ, അവളെ ഉണ്ടാകൂ ഒരു ചുടുവെള്ളം ചോദിക്കുമ്പോൾ അത് നമുക്ക് കൊണ്ടുവന്നു തരാൻ. ആ മരുമകളോട് മാന്യമായി പെരുമാറുവാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കണം.